ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ജുജുത്സു കൈസനിലെ ഏവരുടെയും ഫേവറേറ്റ് ക്യാരക്ടറാകാം സത്തോറു ഗോജോ. പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ഇദ്ദേഹം ടോക്കിയോ ജുജുത്സു ഹൈയിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ അറിവും പാഠവും അനുസരിച്ച് ശിഷ്യന്മാരെ നന്നായി ട്രെയിൻ ചെയ്യിപ്പിക്കുകയും അവരോട് ഏറ്റവും അടുത്തിടപഴകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗംഭീര കഥാപാത്രമാണ് സത്തോറു. ഡിസംബർ 7 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ഏകദേശം 28-29 വയസ്സോളം പ്രായം ഇപ്പോൾ ഉണ്ട്. ഈ ഒരു കാലയളവ് കൊണ്ട് സ്ട്രോങ്ങസ്റ്റ് ജുജുത്സു സ്പെഷ്യൽ ഗ്രേഡ് സോസർ എന്ന സ്ഥാനം വഹിക്കുന്നു. അതിനാൽ വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് മാൻ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ അത് ശരിയാണ്. തൻ്റെ പവർ ലെവലിനനുസരിച്ച് തന്നെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരാളേ ഉള്ളൂ സീരീസിൽ, അത് സുഗ്നയാണ്. അതിനാൽ മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങളും തൻ്റെ മുമ്പിൽ ഒരുപാട് വീക്കാണെന്ന് തന്നെ പറയാം. എനിവേ, സത്തോറു ജനിക്കുന്നത് ഗോജോ ക്ലാനിലാണ്. ഏൻഷ്യൻ കാലഘട്ടം മുതൽക്കേ ഉള്ള ക്ലാനാണ് ഗോജോ. ഇവ കൂടാതെ മറ്റു 2 ക്ലാനുകൾ കൂടി കഥയിൽ കാണപ്പെടുന്നു. ഒന്ന് സെനിൻ, മറ്റൊന്ന് കാമോ. ഹെയ്ലറ മുതൽക്കേ നിലനിൽക്കുന്ന ഈ ഒരു ക്ലാനുകൾ പലതരത്തിലുള്ള കേഴ്സ്ഡ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് 3നും ഡിഫറെൻറ്റ് പവർ ലെവൽസും കാണിക്കുന്നു. സെനിൻ ക്ലാനുകൾ 10 ഷാഡോസ് എന്ന കേഴ്സ്ഡ് ടെക്നിക്കിൽ നൈപുണ്യരാണ്. കാമോ ക്ലാൻ ആകട്ടെ ബ്ലഡ് മാനിപ്പുലേഷൻ എന്ന ടെക്നിക്കിലും. അവസാനമായി ഗോജോ ക്ലാൻ മെമ്പേഴ്സ് ഉപയോഗിച്ചു പോരുന്നത് അവരുടെ ലിമിറ്റ്ലെസ് എന്ന കേഴ്സ്ഡ് ടെക്നിക്കും. ഇങ്ങനെ 3 തരത്തിലുള്ള ടെക്നിക്കുകൾ 3 ക്ലാനും യൂസ് ചെയ്യുന്നു. ഇതിൽ ഗോജോ ക്ലാനിൽ എക്സ്ട്രാ അവർക്ക് ലഭിച്ച ഒരു പവറാണ് 6 ഐസ്. ഇതൊരിക്കലും തലമുറകൾ കൈമാറി വരുന്ന ഒന്നല്ല, പകരം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനായി ജനിക്കുന്നവരാണ് 6 ഐസോട് കൂടിയവർ. ലിമിറ്റ്ലെസ് എന്ന കേഴ്സ്ഡ് ടെക്നിക്കിൻ്റെ മുഴുവൻ പവറും യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് 6 ഐസ് എന്ന പവർ കൂടി ഉണ്ടായിരിക്കണം. അതിനാൽ 400 വർഷങ്ങൾക്ക് ശേഷം 6 ഐസും ലിമിറ്റ്ലെസ് എന്ന കേഴ്സ്ഡ് ടെക്നിക്കും ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് ജനിച്ച വ്യക്തിയാണ് സത്തോറു. അതിനാൽ ഗോജോ ക്ലാനിൻ്റെ അഭിമാനം എന്ന് തന്നെ സത്തോറുയെ പറയാം. ഗോജോ ക്ലാനിലെ 6 ഐസോട് കൂടി ജനിക്കുന്നവർ മറ്റുള്ള ശത്രുക്കൾക്ക് എന്നും ഒരു കാലനാണ്. അതിനാലാണ് ഗോജോയുടെ കുട്ടിക്കാലത്ത് അവനെ കൊല്ലാൻ ആളെ അയക്കുന്നത്. എന്നാൽ ശത്രുക്കൾ മനസ്സിൽ കാണുമ്പോൾ ഗോജോ അത് ആകാശത്ത് കാണും എന്ന് പറയും പോലെയായി ശത്രുക്കളുടെ അവസ്ഥ. അവരുടെ ഏതൊരു നീക്കങ്ങളും അണുവിട തെറ്റാതെ ഗോജോയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയെന്നാൽ 6 ഐസ് മൂലം. എന്താണ് ഈ 6 ഐസ് എന്നാൽ? ഗോജോ ക്ലാനിലെ മെമ്പേഴ്സിന് ലഭിക്കുന്ന ഒരു ഫിസിക്കൽ ട്രൈറ്റ് ആണ് ഈ 6 ഐസ് എന്നത്. ഇതൊരിക്കലും ഒരു കേഴ്സ്ഡ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് പോലെ വേണ്ട സമയത്ത് പ്രവർത്തിപ്പിക്കാനും വേണ്ടാത്തപ്പോൾ ഇതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കാനും സാധിക്കുന്ന ഒന്നല്ല. പകരം ഒരു വ്യക്തി ജനിക്കുമ്പോഴേ അവർക്ക് ലഭിക്കുന്ന ഒന്നാണിവ. ഇത് 24/7 അവരിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പ്രധാന പവേഴ്സ് നോക്കിയാൽ ഒന്ന് എക്സ്ട്രീം പെർസെപ്ഷനാണ്. ഇതൊരു യൂസറിന് ഒപ്പോണൻസിൻ്റെ കേഴ്സ്ഡ് ടെക്നിക്കിൻ്റെ ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് തൻ്റെ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നു. 2 എൻഹാൻസ്ഡ് വിഷൻ. ഇതൊരു യൂസറിന് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ നൽകുന്നു, അതായത് ശക്തമായ ഉൾക്കാഴ്ച. ഒരു ഇൻഫ്രാറെഡ് വിഷൻ പോലെ ഇവ പ്രവർത്തിക്കും. അതിനാൽ യൂസർ തൻ്റെ കണ്ണുമൂടി കെട്ടിയാലോ കറുത്ത സൺഗ്ലാസുകൾ വച്ചാലോ വളരെ ക്ലിയറായി തന്നെ അവർക്ക് മറ്റുള്ളവ കാണാൻ സാധിക്കും. കൂടാതെ തന്നിൽ നിന്ന് ഒരു നിശ്ചിത കിലോമീറ്റർ അകലെയുള്ള ഏതൊരു വസ്തുവിനെ പോലും അല്ലെങ്കിൽ ഒരു ഒപ്പോണൻറ്റിൻ്റെ കേഴ്സ്ഡ് എനർജിയെ പറ്റിയെല്ലാം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തതാണ് പെർഫെക്റ്റ് കേഴ്സ്ഡ് എനർജി കൺട്രോൾ. ഈ 6 ഐസ് വളരെ കൃത്യമായി തൻ്റെ കേഴ്സ്ഡ് എനർജിക്ക് മുകളിൽ ഒരു കൺട്രോൾ കൊണ്ടുവരികയും ഇതിലൂടെ യൂസറിൻ്റെ കേഴ്സ്ഡ് എനർജി പ്രിസൈസ് ആയിട്ട് ഉപയോഗിക്കാനും പല സാഹചര്യങ്ങളിൽ യൂസറിന് തൻ്റെ കേഴ്സ്ഡ് എനർജി തീർന്നു പോകുന്നത് അസാധ്യമാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അൺലിമിറ്റഡ് എനർജി യൂസറിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. നാലാമത്തതാണ് എൻഹാൻസ്ഡ് പ്രോസസ്സിംഗ് പവർ. ഇത് യൂസറിന് വലിയ അളവിലുള്ള വിവരങ്ങൾ തൻ്റെ ബ്രെയിനിലേക്ക് പ്രോസസ്സ് ചെയ്യാനും അതിനനുയോജ്യമായി കാൽക്കുലേഷനുകൾ പെട്ടെന്ന് തന്നെ നടത്താനും അനുവദിക്കുന്നു. അതിനാൽ 6 ഐസിൻ്റെ നിരന്തരമുള്ള ഈ പ്രവർത്തനത്തിൻ്റെ അളവ് അമിതമായി തൻ്റെ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം അമിത ക്ഷീണത്തിന് ഗോജോയ്ക്ക് കാരണമാകുന്നു. ഇത് ലഘൂകരിക്കുന്നതിനു വേണ്ടിയാണ് ഗോജോ എപ്പോഴും തൻ്റെ കണ്ണു മൂടിക്കെട്ടുന്നത്. അൺലിമിറ്റഡ് വോയിഡ് പോലെയുള്ളവ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മാത്രമേ ഗോജോ കണ്ണു തുറക്കാറുള്ളൂ. ഇനി മറ്റൊന്നാണ് ലിമിറ്റ്ലെസ്. ഇത് കാലങ്ങളായി ഗോജോ ക്ലാൻ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു കേഴ്സ്ഡ് ടെക്നിക്കാണ്. ഇതൊരു യൂസറിന് സ്പേസിനെ കൺട്രോൾ ചെയ്യാനും കൂടാതെ ഇൻഫിനിറ്റി എന്ന കോൺസെപ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഈ ലിമിറ്റ്ലെസ്സിൻ്റെ തന്നെ ആപ്ലിക്കേഷനുകളാണ് സീരീസിലുടനീളം ഗോജോ ഉപയോഗിക്കുന്നത്. അവ ഏതൊക്കെയെന്നാൽ, ഒന്ന് ഇൻഫിനിറ്റി. ഇതൊരു ന്യൂട്രൽ ആപ്ലിക്കേഷനാണ്. ഇതൊരു ഡിഫൻസീവ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ എനിമിക്കും യൂസറിനുമിടയിൽ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയും ഇതിലൂടെ അവർ തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നത് ഇമ്പോസിബിൾ ആക്കുകയും ചെയ്യുന്നു. 2 കേഴ്സ്ഡ് ടെക്നിക് ലാബ്സ് അഥവാ ബ്ലൂ. ഇതൊരു ഒഫൻസീവ് ടെക്നിക്കാണ്. ഇതിലൂടെ യൂസർ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഇൻഫിനിറ്റ് സ്പേസുമായി ആഡ് ചെയ്ത് ഏതൊരു വസ്തുവിനെയും അതിലേക്ക് പുള്ള് ചെയ്തെടുക്കുകയും ചെയ്യുന്നു.
ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് ഹോൾ പോലെ. മൂന്നാമത്തതാണ് കേഴ്സ്ഡ് ടെക്നിക് റിവേഴ്സൽ അഥവാ റെഡ്. ഇതും ഒരു ഒഫൻസീവ് ടെക്നിക്കാണ്. ഇതൊരു റിപ്പൾസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ഇതിലൂടെ ശക്തമായ റിപ്പൾസീവ് ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും മാസീവ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാനും സാധിക്കുന്നു. അതിനാൽ ഇതൊരു പവർഫുൾ ടെക്നിക്കാണെന്ന് തന്നെ പറയാം. ഈ രണ്ട് ടെക്നിക്കുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അഥവാ റെഡ് ആൻഡ് ബ്ലൂ കമ്പൈൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന മറ്റൊന്നാണ് ഹോളോ പർപ്പിൾ എന്നത്. അട്രാക്ഷൻ പ്ലസ് റിപ്പൾഷൻ കമ്പൈൻ ചെയ്യുമ്പോൾ വളരെ തോതിലുള്ള ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് എല്ലാത്തിനെയും തകർത്ത് നാമാവിശേഷമാക്കാനും സാധിക്കുന്നു. ഈയൊരു ടെക്നിക്ക് ഗോജോ ക്ലാനിലെ ചുരുക്കം ചില മെമ്പേഴ്സിന് മാത്രം ഉപയോഗിക്കാൻ അറിയുന്ന ഒന്നാണ്. ഇനി അവസാനമായി അൺലിമിറ്റഡ് വോയിഡ് അഥവാ ഡൊമൈൻ എക്സ്പാൻഷൻ. ഗോജോയുടെ ഏറ്റവും പവർഫുൾ അറ്റാക്കാണ് ഇൻഫിനിറ്റ് വോയിഡ് എന്നത്. ഇതിൽ പെട്ടുപോകുന്ന ഒരാളുടെ ബ്രെയിനിലേക്ക് ഒരു ലോഡ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യിപ്പിക്കുകയും അതിലൂടെ അത്രയ്ക്ക് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഒരു മനുഷ്യനോ ഒരു കേഴ്സിനോ പ്രോസസ്സ് ചെയ്യുക എന്നത് സ്വപ്നം മാത്രമാണ്. അതിനാൽ അവർ ആ എക്സ്പാൻഷനിൽ നിശ്ചലരായി നിന്നുപോകും. കൂടാതെ ഒരുപാട് നേരം അതിൽ ചിലവഴിക്കുന്ന ഒരാൾ ഒരിക്കലും സർവൈവ് ചെയ്യുകയുമില്ല. അതിനാൽ ഗോജോയുടെ ഈ ഡൊമൈൻ എക്സ്പാൻഷൻ സീരീസിലെ തന്നെ വളരെയധികം പവർഫുള്ളായ ഒന്നാണെന്ന് തന്നെ പറയാം. നിങ്ങളിൽ എത്ര പേർക്ക് ഗോജോയെ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.